നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അടി എന്ന് പറഞ്ഞ അജാതി അടി തല്ലി ചതച്ചു ഓസീസിനെ എന്ന് വേണം പറയാൻ. T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള വാമപ്പ് മത്സരത്തിലാണ് കരീബിയൻ പട ഇത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത്. നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് അവർ 257 റൺസാണ് അടിച്ചു കൂട്ടിയത്. നിക്കോളാസ് പൂറൻ 25 പന്തുകൾ മാത്രം നേരിട്ട് 5 4ഉം 8 സിക്സറുകളും അടക്കം 75 റൺസാണ് അടിച്ചത്. അദ്ദേഹം IPL കാണിച്ച അതേ ഫോം തുടരുന്നു എന്നർത്ഥം. അതേസമയം ചാൾസ് 31 പന്തിൽ നിന്ന് 40 റൺസാണ് എടുത്തതെങ്കിൽ റോമൻ പവൽ 25 പന്തുകൾ നേരിട്ട് 4 4ഉം 4 6ഉം അടക്കം 52 റൺസിന്റെ വെടിക്കെട്ട് പ്രകടനം നടത്തി. പിന്നെ റുദർഫോർഡിന്റെ ഫിനിഷിംഗ് 18 പന്തിൽ നിന്ന് 4 4ഉം 4 6ഉം അടക്കം 47 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന. അങ്ങനെ പൊളിച്ചടുക്കി 257 റൺസ് അവര് സ്കോർ ബോർഡിൽ കുറിച്ചു. അതിൽ നോക്കുക, സാംബക്ക് 4 ഓവറിൽ കൊടുത്തത് 62 റൺസാണ്, എല്ലിസിന് 4 ഓവറിൽ 42, ആഗറിന് 4 ഓവറിൽ 58, ഹേസൽവുഡിന് 4 ഓവറിൽ 55, ടിം ഡേവിഡിന് 4 ഓവറിൽ 40. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 222 റൺസാണ് എടുത്തത്. 35 റൺസിനാണ് അവർ പരാജയപ്പെട്ടിരിക്കുന്നത്. വാർണർ 6 പന്തിൽ നേരിട്ട് 15 റൺസ് എടുത്തപ്പോൾ ആഗർ 13 പന്തിൽ നേരിട്ട് 28 റൺസ് എടുത്തു. മിച്ചൽ മാർഷിന് തിളങ്ങാൻ കഴിഞ്ഞില്ല, അദ്ദേഹം 4 റൺസ് മാത്രമാണ് എടുത്തത്. ഇംഗ്ലീഷ് 30 പന്തിൽ 55 റൺസ് എടുത്തതാണ് അവരുടെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം. 5 4ഉം 4 6ഉം അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ടിം ഡേവിഡ് 12 പന്തുകൾ 25 റൺസ്, വെയ്ഡ് 14 പന്തുകൾ 25 റൺസ്, എല്ലിസ് 22 പന്തിൽ നിന്ന് 39 റൺസ് എടുത്തപ്പോൾ സാംബ 16 പന്തിൽ നിന്ന് 21 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇതിപ്പോ വാമപ്പ് മത്സരമാണ്, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇത് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വാമപ്പ് മാത്രം. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് കൃത്യമായിട്ട് ചില സൂചനകൾ ക്രിക്കറ്റ് ലോകത്തിന് കൊടുക്കുകയാണ്. അവർ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ആ സീരീസിൽ പൊളിച്ചടുക്കി. തൊട്ടു പിന്നാലെ നോക്കുക, വാമപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയെ പഞ്ഞിക്കിട്ടിരിക്കുന്നു. ഭയക്കണം ഈ വേൾഡ് കപ്പില് കരീബിയൻ പട. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.